നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ നോക്കാം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദച്ചാമി പിടിയിൽ. കണ്ണൂർ തളാപ്പ് ആളൊഴിഞ്ഞ വീട്ടുവളപ്പിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. പോലീസ് സംഘം വീട് വളഞ്ഞ ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ഗോവിന്ദച്ചാമിയെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഗോവിന്ദച്ചാമി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവിന് ശിക്ഷ അനുഭവിക്കവെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. ഇയാളുടെ വധശിക്ഷ നേരത്തെ സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. വെള്ളിയാഴ്ച രാവിലെ സെൽ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഇയാൾ രക്ഷപ്പെട്ട വിവരം അറിയുന്നത്. ഇയാളെ കഴിഞ്ഞ ദിവസം വരെ ജയിലിനകത്ത് കണ്ടിരുന്നു. സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റിയാണ് ഇയാൾ പുറത്തെത്തിയത്. പുലർച്ചെ 1:15 ഇയാൾ ജയിൽ ചാടിയത്. കൈവശമുണ്ടായിരുന്ന തുണി ഉപയോഗിച്ച് മതിലിന്റെ അടുത്തേക്ക് പോയി. മതിലിലെ ഫെൻസിങ്ങിന് മുകളിലേക്ക് എറിഞ്ഞ് പിടിച്ചു കയറുകയായിരുന്നു. തുണി ചേർത്ത് കെട്ടി അതുപയോഗിച്ച് വടമാക്കിയാണ് ഇയാൾ പുറത്തേക്ക് ചാടിയത്. സെല്ലിനകത്ത് ഗോവിന്ദച്ചാമി ഇല്ലെന്ന വിവരം വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് സ്ഥിരീകരിച്ചത്. പിന്നാലെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. അതിഥി തൊഴിലാളിയുടെ മൊബൈൽ ഫോൺ കവർച്ച ചെയ്ത കേസിൽ പ്രതി റിമാൻഡിൽ. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ പുത്തൻചിറ പിണ്ടാണി സ്വദേശി പനങ്ങായി വീട്ടിൽ 19 വയസ്സുള്ള മുഹമ്മദ് സാലിഹ് എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 20 പുത്തൻചിറ ശാന്തി നഗറിന് അടുത്തു വെച്ചായിരുന്നു സംഭവം. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ഹോളോബ്രിക്സ് കമ്പനിയിലെ ജോലിക്കാരനായ ബീഹാർ സ്വദേശിയായ അജയ് ഭഗത്തിനെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന 10,000 രൂപ വില വരുന്ന മൊബൈൽ ഫോൺ കവർച്ച ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് കേസ്. മുഹമ്മദ് സാലിഹ് മാള, കാട്ടൂർ, ആളൂർ പോലീസ് സ്റ്റേഷനുകളിലായി മയക്കുമരുന്ന് വിൽപ്പന, അടിപിടി, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ, എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ എന്നിങ്ങനെയുള്ള 4 ക്രിമിനൽ കേസുകളിലെ പ്രതിയും. കൂടാതെ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ ശേഷം തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ട മുഹമ്മദ് സാലിഹും കൂട്ടുപ്രതിയും തമിഴ്നാട് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിന് എടുത്ത കേസിൽ തമിഴ്നാട് ജയിലിലായിരുന്നു. തുടർന്ന് ജാമ്യത്തിലിറങ്ങിയാണ് ഈ കേസിൽ ഉൾപ്പെട്ടത്. മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, SI ബെന്നി KT, ASI നജീബ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത് മുതൽ യാത്രാ ദുരിതം നേരിടുന്ന അമ്പല്ലൂർ ജംഗ്ഷനിൽ രൂപപ്പെട്ട വൻ ഗർത്തങ്ങൾ വാഹനയാത്ര തീർത്തും ദുഷ്കരമാക്കി. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ജനരോഷം ഉയരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 24 അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാത അടച്ചുകെട്ടിയത്. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിൽ അടിപ്പാത നിർമ്മാണം ലാഘവത്തോടെ കണ്ടതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ദിനംപ്രതി 1,00,000 വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണിത്. 10 മാസം കൊണ്ട് ലക്ഷക്കണക്കിന് യാത്രക്കാരെയാണ് അടിപ്പാത നിർമ്മാണം ബാധിച്ചിട്ടുണ്ടാവുക. മഴ കനത്തതോടെ സർവീസ് റോഡുകളിൽ രൂപപ്പെട്ട വൻ ഗർത്തങ്ങൾ വാഹനയാത്ര തീർത്തും ദുഷ്കരമാക്കിയിരിക്കുകയാണ്. ഇവയിൽ ചാടി അപകടങ്ങൾ നിത്യസംഭവമായതായി പ്രദേശത്തെ വ്യാപാരികൾ പറഞ്ഞു. വാഹനങ്ങൾ ടയർ പൊട്ടിയും ആക്സിൽ ഒടിഞ്ഞ് റോഡിൽ കിടക്കുന്നതും കൂടി. കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കുഴികൾ കാണാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ഡ്രൈവർമാർ പറയുന്നു. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കും അപകടങ്ങളും നിത്യസംഭവമാകുമ്പോൾ നിർമ്മാണത്തിലെ അപാകതകൾ കണ്ടെത്താനോ പരിഹരിക്കാനോ ദേശീയപാത അതോറിറ്റി തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മുന്നൊരുക്കമില്ലാതെ തൃശൂർ ഭാഗത്തേക്കുള്ള ദേശീയപാത അടച്ച് സർവീസ് റോഡിലൂടെ ഗതാഗതം തിരിച്ചുവിട്ട് അമ്പല്ലൂരിനെ സ്തംഭനാവസ്ഥയിലാക്കി. അമ്പല്ലൂരിലെ നിർമ്മാണത്തിൽ NHAI വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ലെന്നും ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും കാര്യമായി ഇടപെടുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇതോടെ കരാർ കമ്പനി തോന്നുംപടി കാര്യങ്ങൾ നിശ്ചയിക്കുന്നുവെന്ന സ്ഥിതിയാണെന്നും ആരോപണമുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും കുറവ്. ഇന്ന് 1 ഗ്രാം സ്വർണത്തിന് 45 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇതോടെ ഇന്നലെ 9,255 രൂപയായിരുന്ന സ്വർണത്തിന്റെ ഗ്രാം വില ഇന്ന് 9,210 രൂപയായി. ഇന്ന് 1 പവന് 360 രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ ഇന്നലെ 74,040 രൂപയായിരുന്ന സ്വർണ്ണവില ഇന്ന് 73,680 എത്തി. ആകർഷകമായ ഓഫറുകളും അമ്പരിപ്പിക്കുന്ന ഡിസ്കൗണ്ടുകളുമായി 4 ദിവസം നീളുന്ന ഹൈ വോൾട്ടേജ് ഷോപ്പിംഗ് മാമാങ്കത്തിന് പൂങ്കുന്നം നെസ്റ്റോയിൽ വെള്ളിയാഴ്ച തുടക്കമാകും. റോസറി, ഗൃഹോപകരണങ്ങൾ, ഫാഷൻ, ഇലക്ട്രോണിക്സ് എന്നിവയ്ക്ക്
അമ്പരിപ്പിക്കുന്ന ഓഫർ നൽകുന്നതാണ് നെസ്റ്റോ ഹൈ വോൾട്ടേജ് ഡീൽ അലർട്ട്. ജൂലൈ 25 മുതൽ 28 വരെ നീളുന്ന ഡിസ്കൗണ്ട് സെയിലിൽ ബ്രാൻഡഡ് ശേഖരങ്ങൾ അടക്കം നിരവധി ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിൽ സ്വന്തമാക്കാം. നെസ്റ്റോ ഫാഷൻ സ്റ്റോറിൽ സജ്ജീകരിച്ചിട്ടുള്ള അത്യാധുനിക ഡിസൈൻ വസ്ത്ര ശ്രേണികൾക്ക് 75% വരെ ഇളവുകളാണുള്ളത്. മികച്ച ഫാഷൻ ബ്രാൻഡുകളുടെ ഏറ്റവും പുതിയ വസ്ത്രശേഖരങ്ങൾ, ലോകോത്തര ബ്രാൻഡുകളുടെ ടെക് ഗാഡ്ജറ്റുകൾ, ഗൃഹോപകരണങ്ങൾ മുതൽ ഗ്രോസറി ഉൽപ്പന്നങ്ങൾ വരെ പകുതി വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭിക്കും. ബാഗുകൾ, പാദരക്ഷകൾ, കായികോപകരണങ്ങൾ, വീട്ടുപകരണങ്ങൾ, ഇലക്ട്രോണിക്സ്, ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, കളിപ്പാട്ടങ്ങൾ, ലാപ്ടോപ്പ്, സ്മാർട്ട് വാച്ചുകൾ, ടാബ്, ആഭരണങ്ങൾ കൂടാതെ സ്വാദിഷ്ടമായ ഭക്ഷണ വിഭവങ്ങൾ വരെ പകുതി നിരക്കിലാണ് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. ജൂലൈ 25 മുതൽ 28 വരെ നെസ്റ്റോ ഒരുക്കിയിരിക്കുന്ന ഹൈ വോൾട്ടേജ് എന്നുള്ള സ്പെഷ്യൽ ഓഫറിലേക്ക് എല്ലാ കസ്റ്റമേഴ്സിനും സ്വാഗതം. അതിനകത്ത് നമ്മൾ മെയിൻലി അഗ്രസീവായിട്ടുള്ള പ്രൈസിംഗ് ആണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഫ്രഷ് ഫുഡ്, സൂപ്പർ മാർക്കറ്റ്, ഗ്രോസറി, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, ഫാഷൻ സ്റ്റോർ. ഫാഷൻ സ്റ്റോറിൽ അപ് ടു 70% വരെയാണ് ഓഫർ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ക്യാഷ് വൗച്ചർ ആയാലും ഗിഫ്റ്റ് കാർഡ് ആയാലും മൊബൈൽ ഫോണിനായാലും സ്മാർട്ട് ലാപ്ടോപ്സിനായാലും ഗിഫ്റ്റ് വൗച്ചറുകൾ ഓഫർ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിവിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളാണ് നമ്മൾ നെസ്റ്റോയിലൂടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പം ഈ 25 മുതൽ 28 വരെ എല്ലാ കസ്റ്റമേഴ്സിനെ നമ്മൾ നെസ്റ്റോ പുഴയ്ക്കലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡെയിലി EMI 47 രൂപ നീക്കിവെച്ചാൽ ഒരു മൊബൈൽ ഫോൺ സ്വന്തമാക്കാൻ ഹൈ വോൾട്ടേജ് ഓഫറിൽ അവസരമുണ്ട്. കൂടാതെ ലാപ്ടോപ്പുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ 2500 രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചറും മൊബൈൽ ഫോണുകൾക്ക് 3000 രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചറുകളും ഈ ദിവസങ്ങളിൽ സ്വന്തമാക്കാം. ഓണക്കാല ഓഫറുകൾ എത്തുന്നതിന് മുൻപേ അതിനേക്കാൾ മികച്ച ഡിസ്കൗണ്ടിൽ വിവിധ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാൻ അവസരം ഒരുക്കുകയാണ് നെസ്റ്റോ ഹൈ വോൾട്ടേജ് ഓഫറിലൂടെ. ആകർഷകമായ ഓഫറുകളും അമ്പരിപ്പിക്കുന്ന ഡിസ്കൗണ്ടുകളുമായി നെസ്റ്റോ ഹൈ വോൾട്ടേജ് ഡീൽ അലർട്ട്. ഗ്രോസറി, ഗൃഹോപകരണങ്ങൾ, ഫാഷൻ, ഇലക്ട്രോണിക്സ് എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ 75% വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കാൻ അവസരമൊരുക്കുകയാണ് നെസ്റ്റോ. ജൂലൈ 25 മുതൽ 28 വരെ നീളുന്ന ഹൈ വോൾട്ടേജ് ഓഫറിൽ നിരവധി ഉൽപ്പന്നങ്ങൾ 75% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9170 രൂപയും പവന് 73,360 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.